ആദ്യം മലയത്ത്, പിന്നെ വാഴക്കുന്ന നമ്പൂതിരി, PC സർക്കാർ, അതിനുശേഷം അമേരിക്കയിലുള്ള ഡേവിഡ് കോപ്പർഫീൽഡ്. ഇങ്ങനെ ഒരുപാട് മജീഷ്യൻസിന്റെ കീഴിലാണ് മാജിക് പഠിച്ചത്. ഓക്കെ, ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുമോ? ആർക്ക്? ഞങ്ങൾക്ക്. പറഞ്ഞ ഓക്കെ. നിങ്ങൾക്കറിയോ മാജിക്കിന്റെ അല്ലല്ലോ ഇവിടുത്തെ വിഷയം. മാജിക്കിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ള സ്റ്റാൻഡ് മൈക്കില്ലല്ലോ ഇവിടെ അല്ലേ? സ്റ്റാൻഡ് ഇല്ല. സ്റ്റാൻഡ് ഉണ്ടോ? ലൈക്ക് സ്റ്റാൻഡ്. ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് കൂടി കാണിച്ചു തരുന്നുണ്ട് അവസാനം കേട്ടോ. അത് മാജിക് അല്ല, നേരെ പക്ഷേ ക്ലാസിക്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാജിക്കാണ്. ഇപ്പൊ കാണിക്കണോ പിന്നെ കാണിക്കണം? അവസാനം കാണിക്കണോ? നമുക്ക് സമയത്ത് സമയമുണ്ടോ? ആ, ഒരു എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ അതൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന, നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അത് കുട്ടികൾക്ക് ചോദിക്കാം, മുതിർന്നവർക്ക് ചോദിക്കാം, പാരന്റ്സിനെ ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ദാറ്റ്സ് യുവർ ചോയ്സ്. അപ്പൊ നല്ലൊരു മൈക്ക് കൊടുക്കൂ. അതാ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഹലോ, ഞാൻ മനാൽ, 10th കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ്. സോ മാജിക് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സോ മാജിക് നമുക്ക് കരിയർ ആക്കാൻ പറ്റിയ ഓപ്ഷൻ ആണോ? ജസ്റ്റ് ചോദിക്കാൻ വിചാരിച്ചതാണ്. അപ്പോഴും നമുക്ക് കരിയർ ആക്കാൻ സാധിക്കാത്ത ഒരു ഓപ്ഷനും ഇല്ല. പക്ഷെ ആ ഓപ്ഷനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ് കാര്യം. നിങ്ങൾ എന്ത് നിങ്ങളുടെ സാധ്യതകളെയും നിങ്ങൾ എവിടെ വെക്കുന്നു, എവിടെ പ്ലേസ് ചെയ്യുന്നു, ഇതാണ് ഏറ്റവും പ്രധാനം. ഒരു ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രം പണ്ടൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, യഹൂദി മനിഹിൻ എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയൊരു വയലിനിസ്റ്റാണ് യഹൂദി മനിഹിൻ. അപ്പോ ഈ ന്യൂയോർക്ക് ടൈംസിന്റെ അധികൃതരാണ് അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യും, 2 പ്രോഗ്രാം ഞങ്ങൾ ബുക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കണം, 2 പ്രോഗ്രാമിന് ഞങ്ങൾ 3 പരിപാടിയുടെ ഫീസ് തരണം. ഓക്കെ, ഒരു പരിപാടി അമേരിക്കയിലുള്ള ടൈംസ് സ്ക്വയറിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഓഡിയൻസിന് മുമ്പിൽ നടത്തും. സെക്കൻഡ് വൺ, അതിന്റെ തലേ ദിവസം ഒരു സ്ട്രീറ്റില് നിങ്ങൾ ഫാൻസി ഡ്രസ്സിന്റെ വേഷത്തില് നിങ്ങൾ ആ വയലിൻ അതേ സാധനം പ്ലേ ചെയ്യാം. ഇയാൾക്ക് പൈസ കിട്ടുന്നല്ലേ, അയാളെ അയാൾ എന്ത് ചെയ്തു? ഒരു ദിവസം ഫാൻസി ഡ്രസ്സില് യഹൂദി മിനിഹിനാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് ആ മ്യൂസിക് പ്ലേ ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്ലേ ചെയ്തു. അയാൾക്ക് എന്തോ $10 $20 മാത്രം ആരൊക്കെ എറിഞ്ഞു കൊടുത്തു, അവർ പോയി. നെക്സ്റ്റ് ഡേ ടൈംസ് സ്ക്വയറിൽ അദ്ദേഹത്തിന്റെ പരിപാടി നടത്തുമ്പോൾ 1 ഫീസിന് പ്രോഗ്രാം വെച്ചു. ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു. അത് ആളുകൾ ഇരച്ചു കയറാൻ തുടങ്ങി. തലേ ദിവസം ഇവിടെ പ്ലേ ചെയ്ത് അതേ സാധനമാണ് അവിടെ പ്ലേ ചെയ്തത്. ന്യൂയോർക്ക് ടൈംസ് അടുത്ത ദിവസം ഫ്രണ്ട് പേജിൽ ഫീച്ചർ എഴുതി, നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ടാലന്റിനെ എവിടെ നിങ്ങൾ വെക്കുന്നു അതിനനുസരിച്ചാണ് ലോകം നിങ്ങളെ തിരിച്ചറിയുന്നത്. അപ്പൊ ഒരു കലയും മോശമല്ല. മാജിക് കരിയർ ആക്കാം. ഞാൻ മാജിക് കരിയർ ആക്കിയ ആളാണ്. ഞാൻ മാജിക് കൊണ്ടായിരുന്നു എന്റെ ഉപജീവന മാർഗം നടത്തിയിരുന്നത്. മാജിക് കൊണ്ടായിരുന്നു ഞാൻ എല്ലാം ഉണ്ടാക്കിയത്. അപ്പോ ഒരിക്കലും ഒരു മേഖലയും മോശമല്ല. പക്ഷെ ആർട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ടാലന്റിനെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. താങ്ക് യു സോ മച്ച്. ആ കുഞ്ഞ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. മോനെ, മാജിക് പഠിക്കണം പറഞ്ഞില്ലേ? മാജിക് പഠിക്കണം പറഞ്ഞില്ലേ? മാജിക് പഠിക്കുമ്പോഴേ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഫസ്റ്റ് വൺ, ദി പവർ ഓഫ് സജഷൻ. ഞാൻ മാജിക് കാണിക്കും എന്ന് ഉറപ്പ് വരുന്ന രീതിയിലുള്ള എന്റെ ബോഡി ലാംഗ്വേജ്, എന്റെ നോട്ടം, എന്റെ കൈയിന്റെ ചലനങ്ങൾ, എന്റെ ഉറപ്പ്, എന്റെ ആത്മവിശ്വാസം. ദി പവർ ഓഫ് സജഷൻ. ദി സെക്കൻഡ് വൺ ഈസ് ദ ആർട്ട് ഓഫ് മിസ്ഡയറക്ഷൻ. ആർട്ട് ഓഫ് മിസ്ഡയറക്ഷൻ പറഞ്ഞാൽ ഏതൊരു ആർട്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് കണ്ണും മനസ്സും ഒരുമിച്ച് പോകണമെന്നാണ് പറയുന്നതെങ്കിൽ മാജിക്കിൽ മാത്രം സൂപ്പർ പണി നടക്കുന്നിടയ്ക്ക് നോക്കരുത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഈ
പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, പഴയ മാജിക് ആണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന മാജിക് ആയിരിക്കും, കാണിക്കുന്ന മാജിക് ആയിരിക്കും. ഓക്കെ, ഇതെന്താണ്? ഇറ്റ്സ് എ കോയിൻ അല്ലെ? ഈ കോയിന് സാധാരണ നമ്മൾ അയൺ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്, നമ്മുടെ ബ്ലഡിൽ അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറെ കാണും, മെറ്റൽ ടോണിക് വാങ്ങിക്കും, മെറ്റൽ ടാബ്ലറ്റ് കഴിക്കും. പക്ഷെ മജീഷ്യൻ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഒരു മെറ്റലിന്റെ പീസ് എടുക്കുക, ബ്ലഡിലേക്ക് നേരിട്ട് കയറ്റുക. ഇസ് ഇറ്റ് പോസിബിൾ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ കാണിച്ചു. ഞാൻ എന്റെ കൈ ഇങ്ങനെ പുറത്ത് വയ്ക്കുന്നു ആൻഡ് വാച്ച് ഇറ്റ്. സോ വാച്ച് കെയർഫുള്ളി. ഈ കോയിൻ എടുത്തു, ഇവിടെ വെക്കുന്നു ആൻഡ് ഐ എം റബ്ബിംഗ് ഇറ്റ്. സൂക്ഷിച്ച് കോയിനിലേക്ക് നോക്കിക്കോണം. ആൻഡ് വിത്തിൻ എ സെക്കൻഡ് ദാറ്റ് കോയിൻ, within a second that coin will disappear. Watch carefully and it's gone. The secret is very simple. The coin is actually here. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് മിസ്ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കോയിൻ എടുത്തു and I am showing coin like this. എന്നിട്ട് ആദ്യത്തെ പവർ ഓഫ് സജഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്റെ സ്റ്റോറിയാണ് അല്ലെ? മെറ്റൽ ടോണിക്, മെറ്റൽ ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന രീതിയാണ്. ദെൻ ഐ എം കോയിൻ ഇവിടെ വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കോയിൻ ഞാനിങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോയിൻ, ഐ എം സോറി, ആക്ച്വലി കോയിൻ വീണതാണോ വീഴ്ത്തിയതാണോ? വീഴ്ത്തിയതാണ്. കോയിൻ ഇവിടെ താഴെ കിടക്കുന്നു അല്ലെ? അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കൈ കൊണ്ട് കോയിൻ എടുത്തു കഴിഞ്ഞ ശേഷം ഈ കയ്യിൽ കോയിൻ ഉണ്ട്, റൈറ്റ് ഹാൻഡിലേക്ക് കൊടുത്തു. ഞാൻ ഇങ്ങോട്ട് നോക്കി, കോയിൻ എവിടെയാ? ഇവിടെയാണ്. ഈ 3 വിരൽ കൊണ്ട് കവർ ചെയ്തു. സിമ്പിൾ. ഡു ദാറ്റ്. അവിടെ വെച്ചു. ഇതാണ് മാജിക്കിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം പെട്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ സമ്മാനം കൊടുക്കണേ രണ്ടുപേർക്ക് ഗിഫ്റ്റ്. എന്റെ പേര് റാഫി. ഞാൻ BA സോഷ്യോളജി കഴിഞ്ഞിട്ട് PG സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സാർ ഇവിടെ ഒരു പ്രസ്ഥാനം പറഞ്ഞു, വായനയാണ് നമുക്ക് ധാരാളം അറിവുകൾ തരുന്നത്, ധാരാളം വായന കൊണ്ട് മാത്രമേ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നത് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യന്മാരെ സ്കില്ലുകൾ ധാരാളം വ്യത്യാസ സ്കില്ലുകൾ ഉണ്ടാവും. ഇപ്പോൾ റിവിയൻ സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും, ലോജിക്കൽ റീസണിംഗ് സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ മാത്തമാറ്റിക്സ് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, റാദിൻ എന്ന് പറയും. അവൻ റാദിൻ കുട്ടിന്റെ പേരാണ്. +2 സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ അവനക്ക് ഈ ലോജിക്കൽ റീസണിംഗ് അങ്ങനത്തെ മാത്സിലൊക്കെ ധാരാളം താല്പര്യമുള്ള ആളാണ്. ഞാനൊരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്ക് ആ മേഖല തീരെ ഇഷ്ടമാണ്. പക്ഷെ റീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ചില സമയത്തൊക്കെ എഴുതാറൊക്കെ ഉണ്ട്. പക്ഷെ പുസ്തകങ്ങൾ ഒരു താല്പര്യവുമില്ലാത്ത ആ റാദിൻ എന്ന് പറയുന്ന അങ്ങനത്തെ ലോജിക്കൽ റീസണിംഗ് സ്കില്ലുള്ള ഇന്റലിജൻസ് ഉള്ള വിദ്യാർത്ഥികൾ വായന തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതി ശാസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം. അവർക്ക് ലോകം ചേഞ്ച് ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വിദ്യാർത്ഥികൾ, അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് സ്കില്ലുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? മോനെ, റീഡിങ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാത്ത ഒരു കാര്യത്തിനെ കുറിച്ചോ വായിച്ചറിയാത്ത ഒരു കാര്യത്തിനെ കുറിച്ചോ നമുക്ക് ബ്രെയിനിലേക്ക് കയറ്റാൻ ഒരു ബോധവും ഒരു വഴി നമ്മുടെ മുമ്പിലില്ല. നിങ്ങൾ കാണാത്ത ഒരു വിഷയത്തെ കുറിച്ച്, അതായത് നിങ്ങൾ US-ലുള്ള ഒരു അമേരിക്കയിൽ പോയിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രത്യേക ജീവിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ജീവിയെ കുറിച്ച് അറിയുന്നത്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു സങ്കല്പം മാത്രമാണ്. നേരിമറിച്ച് നിങ്ങൾ അക്ഷരങ്ങളിലൂടെ, വാക്കുകളിലൂടെ, കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ നേടുന്ന അറിവ് മാത്രമേ നമ്മുടെ ബ്രെയിനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതേ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. ഹ്യൂമൻ ബീയിങ് തന്നെയാണ് ഇപ്പോ നമ്പർ 1. അതായത് 10 കൊല്ലം കൊണ്ടോ 5 കൊല്ലം കൊണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ മറികടക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്കറിയില്ല, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് ആണ് അവിടുന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ പറഞ്ഞ ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോനറിയോ, ഞങ്ങളുടെ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മോളുണ്ട്. ആ മോൾ അവിടെ വരുന്ന സമയത്ത് നിലത്ത് കിടന്ന് ഉരുളെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള ഇരിക്കില്ല. കുട്ടി ഭയങ്കര ബഹളം വയ്ക്കുകയായിരുന്നു. ആ കുട്ടിയെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തു. ഒരു ദിവസം അവിടെ കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ഇവിടെ ചെന്ന് അതിനകത്ത് കൈ വെക്കുന്നു, കറക്റ്റ് നോട്ട്സിൽ പോയിട്ട് കൈ വീഴുന്നു. അവളൊരു പാട്ട് പ്ലേ ചെയ്യും ആദ്യമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി, ഞങ്ങൾ പുതിയൊരു പാട്ട് കേൾപ്പിച്ചു. വിത്തിൻ സെക്കൻഡ് അവൾ ആ പാട്ട് പ്ലേ ചെയ്തു. ഇപ്പൊ അവിടെ ഒരു കീബോർഡിസ്റ്റാണ്,
ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ്.